ഒരു ശരാശരി ഇന്ത്യക്കാരൻ 47 മണിക്കൂറാണ് ആഴ്ചതോറും ജോലി ചെയ്യുന്നത്. ILOയുടെ റിപ്പോർട്ട് പ്രകാരം ഇതേ ഇന്ത്യയിൽ തന്നെ ശരാശരി മാസവേതനം 19,000 രൂപയുടെ അടുത്താണ്. മറ്റു പല രാജ്യങ്ങളുടെയും സ്റ്റാൻഡേർഡ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്ന സമയവും ലഭിക്കുന്ന വേതനവും തമ്മിൽ ഇന്ത്യയിൽ വലിയൊരു അന്തരം കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ഇന്ത്യൻ വർക്കേഴ്സ് ആർ സിവിയർലി അണ്ടർ പെയ്ഡ് ആൻഡ് മെയ്ഡ് ടു ഓവർ വർക്ക്. ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും തുച്ഛമായ വേതനത്തിൽ അമിതമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളുടെ മാനസികാരോഗ്യത്തിനോ അവകാശങ്ങൾക്കോ യാതൊരുവിധ പ്രസക്തിയും നൽകാതെയാണ് പല ഓർഗനൈസേഷൻസിന്റെയും മേധാവികൾ പ്രവർത്തിക്കുന്നത്. ദിസ് ഇസ് ദ സാഡ് റിയാലിറ്റി ഓഫ് അവർ വർക്ക് കൾച്ചർ. ആരാണ് ഈ വർക്ക് കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്നത്? ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ വർക്ക് ലൈഫ് ബാലൻസ് എന്ന കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആയി വരുന്നത്? ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം. ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അറിയിക്കാനുള്ള ഒരു സേഫ് സ്പേസ് ആയി കൂടി നിങ്ങൾക്ക് ഈ വീഡിയോ കൺസിഡർ ചെയ്യാം. തൊഴിലാളികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് പലപ്പോഴും ഈ ടോക്സിക് വർക്ക് കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് മാനേജേഴ്സോ സൂപ്പർവൈസേഴ്സോ സിഇഒമാരോ ഒക്കെ ആകാം. ഇൻഫോസിസിന്റെ കോ ഫൗണ്ടർ NR നാരായണ മൂർത്തി മുമ്പ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കൂ. എല്ലാ വർക്കേഴ്സും 70 മണിക്കൂർ വീക്കിലി വർക്ക് ചെയ്താലേ ഇന്ത്യൻ എക്കണോമി വളരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു ദിവസം ഏകദേശം 12 മണിക്കൂർ. ഒരു മനുഷ്യൻ ഒരു രാത്രി ശരാശരി 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ജോലിയും ഉറക്കവും കഴിഞ്ഞ് ജീവിക്കാൻ അവന് ആകെ ബാക്കി കിട്ടുന്നത് 4 മണിക്കൂറാണ്. ഈ 4 മണിക്കൂറിൽ കുടുംബവും കുട്ടികളും മറ്റു ഹോബികളും എല്ലാം കുത്തി നിറച്ച് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത്? ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഐഡിയയും ഇല്ലാത്തത് കൊണ്ടാണ് ഇവരിതെല്ലാം വിളിച്ചു പറയുന്നത്. NR നാരായണമൂർത്തിയുടെ വാലു പിടിച്ച് വീണ്ടും പല സിഇഒമാരും വർക്കവേഴ്സ് കൂട്ടുന്നതിനെ പറ്റി പരാമർശിച്ചിരുന്നു. പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ഇന്ത്യയുടെ എക്കണോമി വളർത്തുക എന്ന മറകളൊക്കെയാണ് ഇവർ കാരണങ്ങളായി പറയുന്നത്. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വർക്കവേഴ്സ് കൂട്ടിയാൽ പ്രൊഡക്ടിവിറ്റി കൂടുമോ? അത് എക്കണോമിക്ക് ബെനിഫിഷ്യൽ ആകുമോ? എന്താണ് ഇതിനെപ്പറ്റി പഠനങ്ങൾ പറയുന്നത്? കോൺട്രറി ടു പോപ്പുലർ ബിലീഫ്, ഒരു പരിധി കഴിഞ്ഞാൽ വീക്ക്ലി വർക്കേഴ്സ് കൂടുന്തോറും പ്രൊഡക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം 8 മണിക്കൂർ മാത്രമേ പരമാവധി വർക്കേഴ്സ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇന്ത്യയെക്കാളും എക്കണോമിക് ഗ്രോത്ത് ഉള്ള പല രാജ്യങ്ങളിലും ആവറേജ് വീക്ക്ലി അവേഴ്സ് 40 മണിക്കൂറിനും താഴെയാണ്. ILOയുടെ തന്നെ റിപ്പോർട്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം 60 മണിക്കൂറിന്റെ അടുത്ത് വീക്ക്ലി വർക്കേഴ്സ് ഉണ്ടായിരുന്ന USA ഇപ്പോൾ 38 മണിക്കൂറാണ് വീക്ക്ലി വർക്കേഴ്സ്. ജർമ്മനിയിൽ ഇത് 35 മണിക്കൂറാണ്. ഈ ഡേറ്റ എല്ലാം കാണിക്കുന്നത് വർക്കിംഗ് അവേഴ്സും പ്രൊഡക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എല്ലായ്പ്പോഴും ലീനിയർ അല്ല എന്നതാണ്. പ്രൊഡക്ടിവിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് വേരിയബിൾ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ വേരിയബിൾ ആണ് വർക്കർ ഫെറ്റീഗ്. ജോലി ചെയ്യുന്ന വ്യക്തിയുടെ മാനസികാരോഗ്യവും പ്രൊഡക്ടിവിറ്റിയും കണക്റ്റഡ് ആണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന അറ്റൻഷൻ ഒരു തരത്തിൽ മെന്റൽ റിസോഴ്സ് ആണ്. രാവിലെ ജോലി ചെയ്യുമ്പോഴുള്ള അതേ ഉത്സാഹത്തോടെ എനർജിയോടെ തുടർച്ചയായി മണിക്കൂറുകൾ ഒരു വ്യക്തിക്ക് ജോലി ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. ഫിസിക്കലി ഡിമാൻഡിംഗ് ആയ ജോലികൾക്ക് ശേഷം ശരീരം ക്ഷീണിക്കുന്നത് പോലെ തന്നെ മെന്റലി ഡിമാൻഡിംഗ് ആയ ജോലികൾക്ക് ശേഷം ഫെറ്റീഗ് വരാം. ഇതോടൊപ്പം വർക്ക് റിലേറ്റഡ് സ്ട്രെസ്സും ടോക്സിക് വർക്ക് എൻവയോൺമെന്റും ആണെങ്കിൽ ഈ മെന്റൽ ഫെറ്റീഗ് വളരെയധികം കൂടാം. മെന്റൽ ഫെറ്റീഗ് കൂടുന്തോറും വർക്കേഴ്സ് പ്രൊഡക്ടിവിറ്റി കുറയുന്നുണ്ടെന്നാണ് പല പഠനങ്ങളും കാണിക്കുന്നത്. ജോലി സാഹചര്യങ്ങളിലുള്ള കോൺസിക്വൻസസ് അല്ലാതെ ഈ മെന്റൽ ഫെറ്റീഗിന് ഒരു ക്യാരി ഓവർ ഇഫക്റ്റ് കൂടിയുണ്ട്. അതായത് ഓവർ ടൈം വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് വീട്ടിലെത്തിയ ശേഷം മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ബുദ്ധിമുട്ടാകും. ഇത് അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ ഒരു ഓർഗനൈസേഷണൽ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാലും ഒരു ഇൻഡിവിജ്വൽ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാലും ഓവർ ടൈം വർക്ക് ചെയ്യുന്നത് റെക്കമെൻഡഡ് അല്ല. അധികം കമ്പനികളിലും ഓവർ ടൈം വർക്ക് ചെയ്യുന്നതിന് എക്സ്ട്രാ പേയ്മെന്റ് കിട്ടുന്നില്ല എന്ന കാര്യം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. കമ്പനികൾക്കുണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റി ലോസ് മാറ്റി നിർത്തിയാൽ തൊഴിലാളികളുടെ ശാരീരികാരോഗ്യത്തെയും മാനസികാരോഗ്യത്തെയും അമിത ജോലിഭാരം വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. നിരന്തരമായി ഉണ്ടാകുന്ന മെന്റൽ ഫെറ്റീഗ് ബേൺഔട്ട് എന്നൊരു അവസ്ഥയിലേക്ക് നയിച്ചേക്കാം. WHO ഒക്യുപേഷണൽ ബേൺഔട്ട് ഒരു മാനസിക രോഗാവസ്ഥയെ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിലും നിരന്തരമായി ഉണ്ടാകുന്ന വർക്ക് സ്ട്രെസ്സിന്റെ റിസൾട്ടായി ഈ കണ്ടീഷൻ പലരിലും കാണാറുണ്ട്. ബേൺഔട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ജീവിതത്തിലുടനീളം എനർജി ഇല്ലാത്തൊരവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ജോലിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവർക്ക് വല്ലാത്ത മടുപ്പ് തോന്നാം. റിപ്പീറ്റീവ് സ്വഭാവമുള്ള ജോലികളിലും അർത്ഥപൂർണ്ണമല്ലാത്ത ജോലികളിലും ബേൺഔട്ട് സാധാരണ. ബേൺഔട്ട് മൂലമുണ്ടാകുന്ന ഇമോഷണൽ എക്സോഷൻ ഒരു ഭയാനകമായ അവസ്ഥയാണ്. അമിത ജോലിഭാരം മൂലമുണ്ടാകുന്ന സ്ട്രെസ് ഒരു സൈലന്റ് കില്ലർ തന്നെയാണ്. വർക്ക് റിലേറ്റഡ് സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ഹൃദ്രോഗങ്ങൾക്കും സ്ട്രോക്ക് പോലുള്ള അവസ്ഥകളിലേക്ക് നയിച്ചേക്കാം. ഓവർ ടൈം വർക്ക് ചെയ്യുന്നത് കാരണം സമയം ബാലൻസ് ആകാൻ സാധിക്കാത്തത് ഫാമിലി കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കാം. പല ഓർഗനൈസേഷനിലും ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ അവസ്ഥ ഇതിലും കഷ്ടമാണ്. സ്ത്രീ ആണ് എന്നൊരു കാരണം കൊണ്ട് മാത്രം ഒരേ ജോലിക്ക് തന്നെ വ്യത്യസ്ത പേ സ്കെയിൽ കൊടുക്കുന്ന പല സ്ഥാപനങ്ങളുമുണ്ട്. ട്രഡീഷണലി നമ്മുടെ കൾച്ചർ ഒരു പാട്രിയാർക്കൽ സമൂഹം ആയതുകൊണ്ട് തന്നെ ഒരു 9 to 5 ജോബിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തി മറ്റു ജോലികൾ കൂടി തനിയെ ചെയ്യേണ്ട അവസ്ഥയാണ് പലർക്കും
പലർക്കും ഉള്ളത്. ഇത്തരത്തിലുള്ള അൺപെയ്ഡ് ലേബറുകൾ വീക്ക്ലി വർക്ക് അവേഴ്സിൽ കൂട്ടുന്നില്ലെങ്കിലും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ട്രെസ്, ബേൺഔട്ട് തുടങ്ങിയ കോൺസിക്വൻസസ് ഒക്കെ സ്ത്രീകളിൽ കൂടുതലായി കാണാറുണ്ട്. ഈ രണ്ട് ഭാരവും ചുമന്നുകൊണ്ട് തന്നെയാണ് പല സ്ത്രീകളും ജോലി ചെയ്യുന്നത്. വർക്കർ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും വ്യക്തികളെ സംരക്ഷിക്കാൻ ഇന്ത്യൻ ലേബർ ലോയിൽ പറയുന്ന പല നിയമങ്ങളും പലപ്പോഴും പല പ്രൈവറ്റ് സെക്ടർ കമ്പനികളിലും നടത്തി വരാറില്ല. മാനേജേഴ്സിനോടും HR-നോടും കംപ്ലൈന്റ് ചെയ്യുന്നത് പലപ്പോഴും വ്യർത്ഥമായി പോകാറുണ്ട്. മാനസികാരോഗ്യ സംരക്ഷണത്തിനും ഹരാസ്മെന്റിനുമെതിരെ ഹെൽപ്പ് ലൈനുകൾ പല കമ്പനികളിൽ തന്നെ ഉണ്ടെങ്കിലും കംപ്ലൈന്റ് ചെയ്യുന്ന വ്യക്തികളെ തിരഞ്ഞുപിടിച്ച് വീണ്ടും ഹരാസ് ചെയ്യാനുള്ള ഒരു മാർഗമായി ഇത് മാറുന്നു. ഈ അടുത്ത് EY സ്ഥാപനത്തിലെ എംപ്ലോയിയുടെ മരണം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അമിത ജോലിഭാരം മൂലമുണ്ടായ കാർഡിയക് അറസ്റ്റ് ആയിരുന്നു മരണകാരണം. ഇതിന് റെസ്പോൺസായി ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ കൊടുത്ത മറുപടി ശരിക്കും ലജ്ജാവഹമാണ്. സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കുകൾ എല്ലാ കുട്ടികൾക്കും പറഞ്ഞുകൊടുത്ത് ഈശ്വരവിശ്വാസത്തിലൂടെ ഇന്നർ സ്ട്രെങ്ത് നേടിയെടുക്കണമെന്നാണ് അവർ പറഞ്ഞത്. എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് വിക്ടിം ബ്ലെയിമിംഗ്. ഒരു സിസ്റ്റത്തിന്റെ ഇഷ്യൂ വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി ആക്കുന്നതിൽ എന്താണ് ഔചിത്യം? EY പോലുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്ന വർക്കർ എക്സ്പ്ലോയിറ്റേഷൻ വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു എംപ്ലോയിയുടെ മരണം സംഭവിച്ചിട്ടും നല്ല വർക്കിംഗ് എൻവയോൺമെന്റ് ഉണ്ടാക്കാൻ ഈ ഓർഗനൈസേഷൻ എന്തെങ്കിലും ഇനി ചെയ്യുമോ എന്നുള്ളത് നോക്കി തന്നെ കാണണം. സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കുകളും മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും ഒക്കെ വലിയ അളവിൽ എംപ്ലോയീസ് പ്രാക്ടീസ് ചെയ്താൽ പോലും ഇതൊരു സിസ്റ്റത്തിന്റെ ഇഷ്യൂ ആയി നിലനിൽക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ വരാതിരിക്കുന്നിടത്തോളം ഈ ടോക്സിക് വർക്ക് എൻവയോൺമെന്റ് നിലനിന്നു പോകും. നിർമ്മല സീതാരാമൻ ചെയ്തതുപോലെ ഇതൊരു വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റിയായി ലേബൽ ചെയ്യുന്നത് ശരിക്കും സൊല്യൂഷനിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം മാത്രമാണ്. വർക്ക് ലൈഫ് ബാലൻസ് എന്ന കൺസെപ്റ്റിന് യാതൊരു പ്രാധാന്യവും നൽകാത്തൊരു സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. പലർക്കും ജീവിതത്തിൽ പല കാര്യങ്ങളോടായിരിക്കും പാഷൻ തോന്നുന്നത്. ചിലർക്ക് പാഷനേറ്റ് ആയ ഫീൽഡിൽ തന്നെ ജോലി ലഭിക്കും. മറ്റു ചിലർക്ക് ജോലി എന്ന് പറയുന്നത് പൈസ ലഭിക്കാനുള്ള ഒരു മാർഗം മാത്രമായിരിക്കും. ജോലിക്ക് പുറമെ അവർക്ക് മറ്റു പല താല്പര്യങ്ങളും ഹോബികളും ഒക്കെ ഉണ്ടാകാം. വർക്ക് ലൈഫ് ബാലൻസ് ഒരു സബ്ജക്റ്റീവ് കൺസെപ്റ്റ് ആണ്. നിങ്ങൾ പണിയെടുക്കുന്നത് സുഖമായി ജീവിക്കാനാണ്. നിങ്ങൾ സമ്പാദിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായി ക്വാളിറ്റി ലൈഫ് നയിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ മറ്റു പല താല്പര്യങ്ങളും ഹോബികളും പെർസ്യൂ ചെയ്യാൻ കൂടി വേണ്ടിയാണ്. അമിതമായ ജോലിഭാരം നിങ്ങളുടെ ജീവിതത്തിന്റെ മറ്റു മേഖലകളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ജോലി കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. വർക്ക് ടൈം കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷവും ഓഫീസ് കാര്യങ്ങൾ മെയിൽ ചെയ്യുന്ന, ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുന്ന പല സൂപ്പർവൈസേഴ്സും ഉണ്ട്. നിങ്ങൾ ആ സമയത്ത് തന്നെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരു ലേസി വർക്കറായി കാണുന്ന ആളുകളുണ്ട്. ശരിക്കും നിങ്ങളൊരു കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം നിങ്ങളുടെ വർക്ക് റെസ്പോൺസിബിലിറ്റി മാറ്റിവെച്ച് ജീവിതത്തിലേക്ക് ഫോക്കസ് കൊടുക്കണം. അത്രയും അർജന്റ് ആയ ഒഫീഷ്യൽ കോൾസിന് മാത്രമേ റെസ്പോണ്ട് ചെയ്യേണ്ടതുള്ളൂ. ഇത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഒരു ഫേവർ ആണെന്ന് കരുതിയാൽ മതി. ഓഫീസ് എൻവയോൺമെന്റിൽ കൃത്യമായി ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതും പൊളൈറ്റായി നോ പറയാൻ പഠിക്കുന്നതും ഒരു സ്കില്ല് തന്നെയാണ്. എല്ലാ ജോലികൾക്കും നിങ്ങൾ യെസ് പറയാൻ പഠിച്ചാൽ മറ്റുള്ളവരുടെ ജോലികൾ കൂടി നിങ്ങൾക്ക് കിട്ടുമെന്ന് മാത്രമല്ല, പിന്നീട് ഒരു അവസരത്തിൽ നോ പറയാൻ നിങ്ങൾ കൂടുതൽ മടിക്കും. കമ്പനിക്ക് ഒരു രാത്രി കൊണ്ട് റിപ്ലേസ് ചെയ്യാൻ തക്കത്തിൽ ജോലി ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. അവനവന്റെ മാനസികാരോഗ്യത്തെ പണയം വെച്ചുകൊണ്ട് ഒരിക്കലും ആർക്കും അടിമപ്പണി ചെയ്യേണ്ട ആവശ്യമില്ല. പ്രതികരിക്കാത്തവരെ കൂടുതൽ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഭൂരിഭാഗം വർക്ക് പ്ലേസിലും ഉള്ളത്. അസർട്ടീവ്നെസ്, അതായത് പറയാനുള്ള കാര്യങ്ങൾ സത്യസന്ധമായി ബഹുമാനപൂർവ്വം സംസാരിക്കാനുള്ള ഒരു സ്കില്ല് എല്ലാവരും വളർത്തിയെടുക്കണം. പ്രത്യേകിച്ച് അഗ്രിയബിൾനെസ് എന്ന പേഴ്സണാലിറ്റി ട്രേറ്റ് കൂടുതലുള്ള വ്യക്തികൾ. അഗ്രിയബിൾനെസ് കൂടുതലുള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരോട് നോ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പലർക്കും പല ജീവിത സാഹചര്യങ്ങളായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനോട് പ്രതികരിക്കാനുള്ള പ്രിവിലേജ് എല്ലാവർക്കും ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിച്ച് മനസ്സിലാക്കി അവരെ സഹായിക്കാനുള്ള ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി കോവർക്കേഴ്സ് എന്ന രീതിയിൽ നമുക്കുമുണ്ട്. അൾട്ടിമേറ്റ്ലി ഇതൊരു കൾച്ചറിന്റെ, ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം തന്നെയാണ്. ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഒരാൾ പോയാൽ അതിലും തുച്ഛമായ പൈസയ്ക്ക് 100 പേരെ കിട്ടുമെന്ന കോൺഫിഡൻസിൽ തന്നെയാണ് പല മേധാവികളും പ്രവർത്തിക്കുന്നത്. ഈ ഒരു സിസ്റ്റം നിയമവ്യവസ്ഥിതിയുടെ സഹായത്തോടു കൂടി ഫിക്സ് ചെയ്യുന്നത് വരെ ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കും. ഈ വിഷയത്തെപ്പറ്റി ചിന്തിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതേപോലത്തെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.